ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. ഗ്രൂപ്പ് ഡി എക്സാംസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇതുവരെ കഴിഞ്ഞ ഷിഫ്റ്റുകൾ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് GK എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്രൂപ്പ് ഡിയുടെ പാറ്റേൺ അനുസരിച്ച് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ആണുള്ളത്. അപ്പോൾ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള 20 ക്വസ്റ്റ്യൻസിൽ, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 20 ക്വസ്റ്റ്യൻസിൽ 20 ക്വസ്റ്റ്യൻസും വേർ ഫ്രം കറണ്ട് അഫയേഴ്സ്, അതായത് 20 ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് വന്നത്. നമ്മുടെ സ്റ്റാറ്റിക് പോർഷനിൽ നിന്ന് വലിയ രീതിയിൽ എന്തില്ലായിരുന്നു, എക്സാമിന് വെയിറ്റേജ് ഇല്ലായിരുന്നു. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടെങ്കിൽ പോലും ഫുൾ ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഇതുവരെ കഴിഞ്ഞ ഷിഫ്റ്റുകളിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാം വരാൻ പോകുന്നവർ കറണ്ട് അഫയേഴ്സിന് കുറച്ചും കൂടെ സ്ട്രെങ്ത് കൊടുത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ദിവസങ്ങളാണ്. കൂടുതൽ ഫോക്കസ് നിങ്ങൾ കറണ്ട് അഫയേഴ്സിലേക്ക് കൊടുക്കുക. ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ സ്റ്റാറ്റിക് പോർഷൻസ് സെറ്റ് ആയിരിക്കും. ഇനി അതിനകത്ത് കൂടുതൽ റിവൈസ് ചെയ്യാൻ നിൽക്കണ്ട. ബട്ട് നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത് എന്താണ്, കറണ്ട് അഫയേഴ്സിനകത്ത് ഫോക്കസ് ചെയ്യുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇനി കറണ്ട് അഫയേഴ്സിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമുക്കറിയാം, എപ്പോഴും നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു 1 ഇയറിലെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇത്തവണ അല്ലെങ്കിൽ ഇതുവരെ കഴിഞ്ഞ ഷിഫ്റ്റുകൾ അനുസരിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസും, അതായത് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു 80 to 90% ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് ജനുവരി 2026 മുതൽ ജൂൺ 2026 വരെയുള്ള മന്തുകളിൽ നിന്നാണ്. ജനുവരി 2026 മുതൽ ജൂൺ 2026 വരെയുള്ള ഈ ഒരു 6 മന്ത്സിൽ നിന്നാണ് ഒരു 80 to 90% ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആൻഡ് പിന്നിലോട്ട് പോകുമ്പോൾ ഒരു ഓഗസ്റ്റ് 2026 മുതലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് വളരെ ഒക്കേഷണൽ ആയിട്ട് കാണാൻ സാധിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ലാസ്റ്റ് 6 മന്ത്സിലാണ്. അതായത് ജനുവരി 2026 മുതൽ ജൂൺ 2026 വരെയുള്ള ഈ ഒരു ടൈം പീരീഡിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. ജൂലൈയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒക്കേഷണലി വരാറുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് ഒരു ഓഗസ്റ്റ് 2026 മുതലുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട് ഒക്കേഷണലി. ബട്ട് ഒരു 80 to 90% ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ ഒരു ജനുവരി 2026 മുതൽ ജൂൺ 2026 വരെയുള്ള ടൈം പീരീഡിലാണ്. അപ്പോൾ ഇതുവരെയുള്ള ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ഇനി വരാൻ പോകുന്ന ഷിഫ്റ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതുവരെയുള്ള ഷിഫ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ഷിഫ്റ്റുകളിൽ ഏതൊക്കെയായിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നൊരു സീരീസ് അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇനി വരാൻ പോകുന്ന ഷിഫ്റ്റിൽ നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അതായത് ഇതുവരെ വന്ന ഷിഫ്റ്റ് അനലൈസ് ചെയ്തതിന് ശേഷം ഏതൊക്കെ ഏരിയാസിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ലോഞ്ച് ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം ടു സേഫ്ലി ഇവാക്യുവേറ്റ് commercial ships stranded due to a blockade by Iran in the Strait of Hormuz. Strait of Hormuzൽ ഇറാൻ ബ്ലോക്കേഡ് സൃഷ്ടിച്ചത് മൂലം കൊമേഴ്ഷ്യൽ ഷിപ്സിനെ സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്നുള്ള ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തത് ഇവരിൽ ഏത് കൺട്രിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി അമേരിക്ക ആൻഡ് ഓപ്ഷൻ ഡി കാനഡ. അപ്പോൾ ഇവരിൽ ഏത് കൺട്രിയാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ സ്ട്രാൻഡഡ് ആയി ഒറ്റപ്പെട്ടു പോയ ഷിപ്സിനെ സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അമേരിക്ക. അമേരിക്ക അല്ലെങ്കിൽ US നേവി ലോഞ്ച് ചെയ്ത ഓപ്പറേഷൻ ആണത് പ്രൊജക്ട് ഫ്രീഡം. US നേവി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അകപ്പെട്ടു പോയ സ്ട്രാൻഡഡ് ആയിട്ട് പോയ കൊമേഴ്ഷ്യൽ ഷിപ്പുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഓപ്പറേഷൻ ആണത് ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം. ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കുറച്ച് നാളുകളായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ എന്തുണ്ട്, കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒരു ഹോട്ട് ടോപ്പിക് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് വരുമ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേർഷ്യൻ ഗൾഫിനെയും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഒമാനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു നാരോ വാട്ടർവേ ഉണ്ടല്ലോ, ഈ ഒരു നാരോ വാട്ടർവേ വിളിക്കുന്ന പേരാണത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇടുങ്ങിയ വാട്ടർവേ ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയാണ്. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പേർഷ്യൻ ഗൾഫിനെയും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഒമാനെയാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഗൾഫ് ഓഫ് ഒമാൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അറേബ്യൻ സീയും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും അതുവഴി അറേബ്യൻ സീയും കണക്ട് ചെയ്യുന്ന ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർവേ ആണത്
ഈ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഇനി ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആരുടെ കൺട്രോളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇറാന്റെ കൺട്രോളിലാണുള്ളത്. ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ബോർഡർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ബോർഡർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോർഡർ ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്തേൺ സൈഡിലായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെ നോർത്തേൺ സൈഡിലായിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത് ഏതാണ്? ഇറാനാണ്. ആൻഡ് ഇറാൻ ആണ് എന്ത് ചെയ്യുന്നത്? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ സദേൺ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒമാനും ഉണ്ട്, അതുപോലെ തന്നെ UAE ഉണ്ട്. സോ UAEയും ഒമാനും ആണ് എന്ത് ചെയ്യുന്നത്? സദേൺ സൈഡിലേക്ക് വരുമ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ എന്ത് ചെയ്യുന്നത്? ബോർഡർ ചെയ്യുന്നത്. അപ്പോൾ 3 കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ബോർഡർ ചെയ്യുന്നത്. നോർത്തേൺ ഏരിയയിൽ ഇറാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ സദേൺ സൈഡിലേക്ക് വരുമ്പോൾ UAEയും അതുപോലെ തന്നെ ഒമാനും എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ബോർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ബോർഡർ ചെയ്യുന്നത്. ഇതൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nagauri Ashwagandha has received the GI tag for being associated with which state? ഏത് സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നഗൗരി അശ്വഗന്ധയ്ക്കാണ് റീസെന്റ് ആയിട്ട് GI സ്റ്റാറ്റസ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ടാഗ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കറണ്ട് അഫയർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നഗൗരി അശ്വഗന്ധ ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി രാജസ്ഥാൻ ആൻഡ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റുമായിട്ടാണ് നഗൗരി അശ്വഗന്ധ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി രാജസ്ഥാൻ. സോ രാജസ്ഥാൻ ആണത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രാജസ്ഥാനിലെ നഗൗർ റീജിയനിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? ഈ ഒരു നഗൗർ അശ്വഗന്ധ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ രാജസ്ഥാനിലെ നഗൗർ റീജിയനിൽ ഗ്രോ ചെയ്യുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണത് ഈ ഒരു നഗൗരി അശ്വഗന്ധ എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ആരിഡ് ആൻഡ് സെമി ആരിഡ് റീജിയൻസിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്. സോ ആരിഡ് ആൻഡ് സെമി ആരിഡ് റീജിയൻസിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഈ ഒരു നഗൗരി അശ്വഗന്ധ എന്ന് പറയുന്നത്. സോ ആരിഡ് ആൻഡ് സെമി ആരിഡ് റീജിയൻസിലാണ് നഗൗരി അശ്വഗന്ധ എന്ത് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നത്. ആൻഡ് നഗൗരി അശ്വഗന്ധയിലേക്ക് വരുമ്പോൾ ആയുർവേദയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. സോ ആയുർവേദയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണെന്ത്? ഈ ഒരു നഗൗരി അശ്വഗന്ധ. ആൻഡ് ഈ നഗൗരി അശ്വഗന്ധ ഈ ഒരു നഗൗർ റീജിയനിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഗ്രോസ് വെൽ ഇൻ ദിസ് ആരിഡ് ആൻഡ് സെമി ആരിഡ് റീജിയൻസ്. ദെൻ ഈ ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൊടുക്കുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് രജിസ്ട്രി ആണ്. ഇനി GI ടാഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഐറ്റത്തിന് കിട്ടുന്ന ടാഗ് ആണെന്ത്? ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. അതായത് അതിപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ മാത്രം ചെയ്തെടുക്കുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ ആകാം, അങ്ങനെയുള്ള എന്തും ആകാം. സോ അതിനാണ് GI ടാഗ് കിട്ടുന്നത്. അപ്പോൾ GI ടാഗ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? ഏതാണ്ട് പേറ്റന്റ് കിട്ടുന്നതിന് ഇക്വലന്റ് ആയിട്ടുള്ള കാര്യമാണെന്ത്? ഒരു GI ടാഗ് എന്ന് പറയുന്നത്. ദെൻ ഒരു GI ടാഗ് കൊടുക്കുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രി ആണ്. സോ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് രജിസ്ട്രി ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു GI ടാഗ് കൊടുക്കുന്നത്. അപ്പോൾ അത് റീസെന്റ് ആയിട്ട് രാജസ്ഥാനിലെ നഗൗരി അശ്വഗന്ധയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? റിസീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് GI ടാഗ് എന്ന് പറയുന്നത് 10 വർഷമാണെന്ത്? GI ടാഗിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഒരു GI ടാഗ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 10 വർഷമാണ്. 10 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ സാധിക്കും? അത് റിന്യൂ ചെയ്യാനും സാധിക്കും. സോ 10 വർഷമായിരിക്കും GI ടാഗിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where in Gujarat was India's first barrier-free tolling system launched? ഗുജറാത്തിൽ എവിടെയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബാരിയർ ഫ്രീ ടോളിംഗ് സിസ്റ്റം ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ചോരിയാസി, ഓപ്ഷൻ ബി കിംമാൻവി, ഓപ്ഷൻ സി ഗോദ്ര ആൻഡ് ഓപ്ഷൻ ഡി ബർത്താന. അപ്പൊ ഗുജറാത്തിൽ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാരിയർ ഫ്രീ ടോൾ സിസ്റ്റം ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ചോരിയാസി ടോൾ പ്ലാസ. സോ ചോരിയാസി ടോൾ പ്ലാസയിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബാരിയർലെസ് ടോളിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഈ ചോരിയാസി ടോൾ പ്ലാസ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂരത് ബറൂച്ച് റീജിയൻ. സോ സൂരത് ബറൂച്ച് റീജിയൻ, അതായത് NH48ലെ സൂരത് ബറൂച്ച് റീജിയനിൽ അല്ലെങ്കിൽ സൂരത് ബറൂച്ച് സ്ട്രെച്ചിലാണ് ഈ ഒരു ചൊരിയാസി ടോൾ പ്ലാസ എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ചൊരിയാസി ടോൾ പ്ലാസ എവിടെയാണ് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NH48, ഗുജറാത്തിലെ NH48ലുള്ള സൂരത് ബറൂച്ച് റീജിയനിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു ചോരിയാസി ടോൾ പ്ലാസ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്താണ് ഈ ബാരിയർലെസ് ടോളിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മുടെ ടോളിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അതായത് ഒരു വണ്ടിക്ക് ടോൾ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, അതായത് ടോൾ ബൂത്തിൽ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം ടോൾ കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ? പാസ് ചെയ്യാൻ സാധിക്കൂ. അതായത്
അതായത് ടോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ ബാരിയർലെസ് ടോളിംഗ് സിസ്റ്റത്തിനകത്ത് വണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടി കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും, ടെക്നോളജിക്കലി അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, അതായത് RFID ടെക്നോളജി പോലുള്ള ടെക്നോളജിയും നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ടോൾ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യപ്പെടും. സോ അതാണ് ബാരിയർലെസ് ടോളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കൊണ്ടുവന്നിരിക്കുന്ന എവിടെയാണ്, ചോരിയാസി ടോൾ പ്ലാസ, സൂരത് ബറൂച്ച് റീജിയൻ, NH48 ഏത് സ്റ്റേറ്റ്, ഗുജറാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who won the Laurus World Sportsman of the Year Award 2026? So 2026 Laurus World Sportsman of the Year Award win ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാർലോസ് അൽക്കാരസ്, ഓപ്ഷൻ ബി ഓസ്മാൻ ഡെംബെല്ലെ, ഓപ്ഷൻ സി മോണ്ടോ ഡുപ്ലാന്റിസ് ആൻഡ് ഓപ്ഷൻ ഡി ജൈനിക് സിന്നർ. സോ ഇവരിൽ ആരാണ് 2026 ലോറസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് വിൻ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാർലോസ് അൽക്കാരസ്. സോ കാർലോസ് അൽക്കാരസ് ആണ് 2026 ലോറസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് 2026 എന്ത് ചെയ്യുന്നത്, വിൻ ചെയ്യുന്നത്. ഇനി ലോറസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡിലേക്ക് വരുമ്പോൾ ഇത് അറിയപ്പെടുന്നത് ഓസ്കാർ ഓഫ് ദി സ്പോർട്സ് എന്നാണ്. സോ സ്പോർട്സിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണെന്ത് ഈ ഒരു ലോറസ് അവാർഡ്സ് എന്ന് പറയുന്നത്. സോ ലോറസ് അവാർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ഓസ്കാർ ഓഫ് ദി സ്പോർട്സ്. So Laurus Award. So Laurus World Sports Award. So Laurus World Sports Award. ഈ ഒരു ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് അറിയപ്പെടുന്നത് ഓസ്കാർ ഓഫ് ദി സ്പോർട്സ് എന്നാണ്. സോ സ്പോർട്സിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണെന്ത് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഓസ്കാർ ഓഫ് ദ സ്പോർട്സ്. സോ ഓസ്കാർ ഓഫ് ദ സ്പോർട്സ്, അതായത് സ്പോർട്സിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണെന്ത് ഈ ഒരു ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് അതായത് ഈ ഒരു 2026 ഫംഗ്ഷൻ എവിടെ വെച്ചാണ് ഹോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഹോസ്റ്റഡ് അറ്റ് മാഡ്രിഡ് ഇൻ സ്പെയിൻ. സോ സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തവണത്തെ അവാർഡ് സെറമണി എന്ത് ചെയ്തത്, കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇത്തവണത്തെ അവാർഡ് സെറമണി എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഡ്രിഡ് ഇൻ സ്പെയിൻ. സോ സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തവണത്തെ അവാർഡ് സെറമണി എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ദെൻ ഇപ്പോൾ വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് നമ്മൾ ആക്കാണെന്ന് കണ്ടു. അതുപോലെ തന്നെ ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ഉണ്ട്. സോ അതുപോലെ തന്നെ വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ഉണ്ട്. സോ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് പോലെ തന്നെ വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ഉണ്ട്. ഇത് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ഉണ്ട്. സോ 2026 വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് അരിയാന സബലങ്ക. സോ അരിയാന സബലങ്കയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, അരിയാന സബലങ്കയ്ക്കാണ് എന്ത് ചെയ്യുന്നത് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. സോ 2026 വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് കാർലോസ് അൽക്കാരസിനാണെങ്കിൽ വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി അവാർഡ് കിട്ടിയത് അരിയാന സബലങ്കയ്ക്കാണ്. സോ അരിയാന സബലങ്കയ്ക്കാണ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇനി ടീം ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വിത്ത് പാരീസ് സെയിന്റ് ജെർമൻ. സോ ടീം ഓഫ് ദി ഇയർ അവാർഡ്, അതായത് ഇത്തവണത്തെ ലോറസ് വേൾഡ് സ്പോർട്സിലെ ടീം ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ടീം ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാരീസ് സെയിന്റ് ജെർമൻ ആണ് കിട്ടിയത്. സോ പാരീസ് സെയിന്റ് ജെർമൻ ആണ് എന്ത് ചെയ്യുന്നത് ഇത്തവണത്തെ ടീം ഓഫ് ദി ഇയർ അവാർഡ് കിട്ടുന്നത്. സോ പാരീസ് സെയിന്റ് ജെർമൻ, അതായത് PSG. സോ പാരീസ് സെയിന്റ് ജെർമൻ അല്ലെങ്കിൽ PSG-ക്കാണ് എന്ത് ചെയ്യുന്നത്, സോ പാരീസ് സെയിന്റ് ജെർമൻ അല്ലെങ്കിൽ PSG-ക്കാണ് എന്ത് ചെയ്യുന്നത് 2026 ടീം ഓഫ് ദി ഇയർ അവാർഡ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who was sworn in as the new prime minister of Bangladesh? ബംഗ്ലാദേശിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആരാണ് ചുമതലയേറ്റത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ താരിഖ് റഹ്മാൻ, ഓപ്ഷൻ ബി മുഹമ്മദ് യൂനസ്, ഓപ്ഷൻ സി ഷെയ്ഖ് ഹസീന ആൻഡ് ഓപ്ഷൻ ഡി ഷഫീഖുർ റഹ്മാൻ. സോ ഇവരിൽ ആരാണ് ബംഗ്ലാദേശിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അധികാരമേറ്റത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ താരിഖ് റഹ്മാൻ. സോ താരിഖ് റഹ്മാൻ ആണ് ഏറ്റവും റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ബംഗ്ലാദേശിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചുമതലയേൽക്കുന്നത്. ആൻഡ് താരിഖ് റഹ്മാൻ ഏത് പാർട്ടിയിലാണ് ബിലോങ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. സോ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ് താരിഖ് റഹ്മാൻ. സോ ഹിസ് എ ലീഡർ ഓഫ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. സോ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഇലക്ഷൻസിൽ ബംഗ്ലാദേശ്
ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത് വളരെ വലിയ മെജോറിറ്റിയിൽ ജയിച്ചു കയറുന്നത്. ആൻഡ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയിൽ ഉൾപ്പെട്ട താരിഖ് റഹ്മാൻ ആണ് എന്ത് ചെയ്യുന്നത് ബംഗ്ലാദേശിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സ്വാൺ ഇൻ ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം ഷെയ്ഖ് ഹസീന. സോ ഷെയ്ഖ് ഹസീനയായിരുന്നു ബംഗ്ലാദേശിന്റെ മുൻ പ്രൈം മിനിസ്റ്റർ. ബട്ട് അവിടെ നടന്ന ആഭ്യന്തര കലാപം മൂലം ഷെയ്ഖ് ഹസീനയ്ക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നീട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് യൂനസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന റിസൈൻ ചെയ്തതിനു ശേഷം തൽക്കാലത്തേക്ക് ഇന്ററിം ചാർജ്, താൽക്കാലിക ചാർജ് ഏറ്റെടുത്ത വ്യക്തിയാണെന്ത് മുഹമ്മദ് യൂനിസ്. അതിനുശേഷം ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇലക്ഷൻസ് നടക്കുന്നത്. ആ ഇലക്ഷൻസിൽ താരിഖ് റഹ്മാൻ ആണ് എന്ത് ചെയ്യുന്നത് പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നത് അധികാരമേക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന ഏതാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഓർ BNP. സോ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ BNP ആണെന്ന് താരിഖ് റഹ്മാന്റെ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരാൻ പോകുന്ന റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ. എല്ലാ റെയിൽവേ എക്സാംസും നിങ്ങൾക്ക് എഴുതാനായിട്ട് താല്പര്യമുണ്ട്. അതായത് 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള ഗ്രൂപ്പ് ഡി മുതൽ പിന്നീട് അങ്ങോട്ട് അതായത് ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള എക്സാം എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. സോ 10th ക്വാളിഫിക്കേഷനുള്ള ഗ്രൂപ്പ് ഡി മുതൽ ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഓരോ എക്സാമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ഏറ്റവും പുതിയ കോഴ്സായിട്ടുള്ള ഈ ഒരു RRB റെഗുലർ ബാച്ച് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ എക്സാംസിനും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സിലബസ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ഒറ്റ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 10th മുതൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം വരെയുള്ള ഏത് കോഴ്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സാണ്. അതായത് ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ റെക്കോർഡിങ്സും അടങ്ങിയ ഒരു ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സാണ് ഈ ഒരു RRB റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് അതുകൂടാതെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്, അതായത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ ക്ലാസ്സസ് ലീഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ ഒരു കോഴ്സിനൊപ്പം നിങ്ങൾക്ക് PYQ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ മെന്റർ സപ്പോർട്ട്, അതുപോലെ തന്നെ ക്ലാസ് നോട്ട്സിന്റെ മെറ്റീരിയൽസ് ആൻഡ് മോക്ക് ടെസ്റ്റുകൾ, അതെ ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകളും എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഏർലി ബേർഡ് ഓഫർ ഇപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് പ്രൈസ് 4999 rupees ആണ്. ബട്ട് ഓഫറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം, ഏർലി ബേർഡ് ഓഫറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 4500 rupeesന് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു കോഴ്സ് വളരെ റീസെന്റ് ആയിട്ട് മാത്രമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് ക്ലാസ്സസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ഓർ 7012615062. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. Okay, next question. Who became India's first transgender cricket umpire? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആയത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ ഋതിക ശ്രീ, ഓപ്ഷൻ ബി മോഹിനി സിംഗ്, ഓപ്ഷൻ സി അഞ്ജലി റായ് ആൻഡ് ഓപ്ഷൻ ഡി ഭാവന ദേവി. ഇവരിൽ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഋതിക ശ്രീ. സോ ഋതിക ശ്രീ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ. ആൻഡ് ഋതിക ശ്രീ ഏത് സ്റ്റേറ്റിലാണ് ബിലോങ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്. സോ തമിഴ്നാട്ടിൽ നിന്നുള്ള ഋതിക ശ്രീ ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ. സോ ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ എന്ന് പറയുന്ന ഋതിക ശ്രീ ആണ്. ആൻഡ് ഷി ബിലോങ്സ് ടു തമിഴ്നാട്. സോ തമിഴ്നാട്ടിൽ നിന്നാണ് ഋതിക ശ്രീ എന്ത് ചെയ്യുന്നത് വരുന്നത്. Then next question. According to the Women and Men in India 2025 ഇൻഡെക്സും ഇപ്പോൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ ചോദിക്കുന്നുണ്ട്. സോ റീസെന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. According to the Women and Men in India 2025 what was the sex ratio at birth in India? ഇപ്പോൾ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് ആണ് Women and Men in India 2025 എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ്. ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1085, ഓപ്ഷൻ ബി 899, ഓപ്ഷൻ സി 907 and option D 1000. അപ്പോൾ ഇതിൽ ഏതാണ് ഇന്ത്യയിലെ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി 917. അപ്പോൾ റീസെന്റ് ആയിട്ട് 2025 റിലീസ് ചെയ്ത ഈ ഒരു വുമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത്, സോ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുന്നത് 917 ആണ്. അതായത് 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ എത്ര പെൺകുട്ടികൾ ജനിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള സെക്സ് റേഷ്യോ അറ്റ് ബർത്തിനകത്ത് ഇപ്പൊ 917 ആണെന്ന് ഇന്ത്യയിലെ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. അതായത് 1000 മെയിൽ ചൈൽഡ് അതായത് 1000 ആൺകുട്ടികൾ
ആൺകുട്ടികൾ ജനിക്കുമ്പോൾ ഇന്ത്യയിൽ 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 917 പെൺകുട്ടികളാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ജനിക്കുന്നത്. ഇതാണ് സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുമ്പോൾ 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട് 917 ഫീമെയിൽ ചൈൽഡ്സ്, അതായത് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ജനിക്കുന്നുണ്ട്. ഇത് 2025 ഇൻഡെക്സിനകത്തുള്ള സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് ആണ്. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്തിരിക്കുന്നത് 2021 മുതൽ 23 വരെയുള്ള ടൈം പീരീഡിലെ കണക്ക് വെച്ചിട്ടാണ്. സോ 2021 മുതൽ 23 വരെയുള്ള പീരീഡിലെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ 917 എന്ന് പറഞ്ഞ വാല്യൂ പറഞ്ഞിരിക്കുന്നത്. അതായത് 1000 ആൺകുട്ടികൾക്ക് 917 പെൺകുട്ടികൾ ജനിക്കുന്നുണ്ട് എന്നുള്ള ഈ ഒരു കണക്ക് 2021 മുതൽ 23 വരെയുള്ള 2 വർഷത്തെ പീരീഡിലെ കണക്കാണ്. ഇനി അതിന് തൊട്ട് മുന്നേ, അതായത് 2025 ഇൻഡെക്സിന് തൊട്ട് മുന്നേ ഉള്ള പ്രീവിയസ് ഇൻഡെക്സിലെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 904 ആയിരുന്നു. സോ 904 ആയിരുന്നു എന്ത് പ്രീവിയസ് ഇൻഡെക്സിലെ, അതായത് 2017 മുതൽ 19 വരെയുള്ള പീരീഡിൽ 2017 മുതൽ 19 വരെയുള്ള പീരീഡ് എടുത്തു കഴിഞ്ഞാൽ 1000 ആൺകുട്ടികൾക്ക് 904 പെൺകുട്ടികളായിരുന്നു ജനിച്ചുകൊണ്ടിരുന്നത്. അതായത് സെക്സ് റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ തവണത്തെക്കാളും സെക്സ് റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ടൈം 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 914 പെൺകുട്ടികളായിരുന്നു ജനിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് 1000 ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് 917 പെൺകുട്ടികൾ ജനിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. ഇനി ഈ സെക്സ് റേഷ്യോ അറ്റ് ബർത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ സെക്സ് റേഷ്യോ അറ്റ് ബർത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശാണ്. സോ അരുണാചൽ പ്രദേശാണ് സെക്സ് റേഷ്യോ അറ്റ് ബർത്തിൽ എന്ത് ചെയ്യുന്നത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ ആൺകുട്ടികളെക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് പെൺകുട്ടികൾ ജനിക്കുന്നുണ്ട്. അതായത് അരുണാചൽ പ്രദേശിലെ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുന്നതാണ് 1085 ആണ്. സോ 1085 ആണ് അരുണാചൽ പ്രദേശിലെ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. അതായത് 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 1085 പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ജനിക്കുന്നുണ്ട്. സോ 1000 ആൺകുട്ടികൾക്ക് 1085 പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ജനിക്കുന്നുണ്ട്. അതായത് ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികൾ ജനിക്കുന്നത് അരുണാചൽ പ്രദേശിൽ എന്ത് ചെയ്യുന്നുണ്ട് ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികൾ ജനിക്കുന്നുണ്ട്. സോ 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 1085 പെൺകുട്ടികളാണ് എന്ത് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൽ ജനിക്കുന്നത്. സോ സെക്സ് റേഷ്യോ അറ്റ് ബർത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് അരുണാചൽ പ്രദേശ്. ഇനി രണ്ടാം സ്ഥാനത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗാലാൻഡ് ആണ്. സോ നാഗാലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1007 ആണ് നാഗാലാൻഡിന്റെ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. അതായത് 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 1007 പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് നാഗാലാൻഡിൽ ജനിക്കുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത്, സോ ഈ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, സോ ഈ റാങ്കിങ്ങിൽ അല്ലെങ്കിൽ സെക്സ് റേഷ്യോ അറ്റ് ബർത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗോവയാണ്. സോ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ്? ഗോവയാണ്. സോ ഗോവയിൽ 1000 പെൺകുട്ടികൾ ജനിക്കുമ്പോൾ 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 973 പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ജനിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടോപ്പ് 3 സ്റ്റേറ്റ്സ്. സോ സെക്സ് റേഷ്യോ അറ്റ് ബർത്തിൽ ഇത്തവണത്തെ ഇൻഡെക്സ് പ്രകാരം, സോ 2025 ഇൻഡെക്സ് പ്രകാരം സെക്സ് റേഷ്യോ അറ്റ് ബർത്തിൽ മുന്നിൽ നിൽക്കുന്ന 3 സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിന്റെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1085 ആണ്. അതായത് 1000 ആൺകുട്ടികൾക്ക് 1085 പെൺകുട്ടികൾ ജനിക്കുന്നുണ്ട്. ദെൻ നാഗാലാൻഡ് ആണ് രണ്ടാം സ്ഥാനത്ത്, 1000 ആൺകുട്ടികൾക്ക് 1007 പെൺകുട്ടികൾ ജനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോവയാണ് മൂന്നാം സ്ഥാനത്ത്, 1000 ആൺകുട്ടികൾക്ക് 973 പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ജനിക്കുന്നുണ്ട്. ഇനി ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച 2 സ്റ്റേറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡും ബീഹാറുമാണ്. സോ ജാർഖണ്ഡും ബീഹാറുമാണ് ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും മോശം പെർഫോമൻസ് ജാർഖണ്ഡിനാണ്. സോ ജാർഖണ്ഡിൽ 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 899 പെൺകുട്ടികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ജനിക്കുന്നുള്ളൂ. സോ ഏറ്റവും മോശം പെർഫോമൻസ് ജാർഖണ്ഡാണ് കാണിക്കുന്നത്. ആൻഡ് ജാർഖണ്ഡിന്റെ തൊട്ട് മുകളിലായിട്ട് ബീഹാർ ഉണ്ട്. സോ ബീഹാറിൽ 1000 ആൺകുട്ടികൾക്ക് 900 പെൺകുട്ടികളാണ് എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത്. സോ ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ ജാർഖണ്ഡാണുള്ളത്. ആൻഡ് ഏറ്റവും ഫസ്റ്റ് റാങ്കിൽ അരുണാചൽ പ്രദേശാണ് ഉള്ളത്. ഈ വാല്യൂസ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടെ ഉണ്ട് ഇവിടെ. ഈ ഒരു ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നത്? സോ വുമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലീസ് ബൈ ദി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. സോ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ഈ ഒരു ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. സോ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ഈ ഒരു ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, recently which country withdrew from the
ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. സോ റീസെന്റ് ആയിട്ട് ഒപ്പേക്കിൽ നിന്ന്, ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം ഇവയിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അൾജീരിയ, ഓപ്ഷൻ ബി കോങ്കോ, ഓപ്ഷൻ സി ഇക്വറ്റോറിയൽ ഗിനിയ ആൻഡ് ഓപ്ഷൻ ഡി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE. അപ്പോൾ ഇവയിൽ ഏത് കൺട്രിയാണ് റീസെന്റ് ആയിട്ട് ഒപ്പേക്കിൽ നിന്ന്, ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ഡി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. സോ UAE ആണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒപ്പേക്കിൽ നിന്ന് എന്ത് ചെയ്തത്, വിഡ്രോ ചെയ്തത്. ഇനി ഒപ്പേക്കിന്റെ കേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തത് 1960-ലാണ്. സോ 1960-ലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ എന്തിനാ ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രീസ് അവിടുത്തെ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാനും പ്രൈസസ് കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒപെക് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഫോം ചെയ്തത് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ്, അതുപോലെ തന്നെ ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രീസ് വേൾഡ് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാനും ആ രാജ്യങ്ങളിലെ ഓയിൽ പോളിസി റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ത്, ഈ ഒരു ഒപെക് എന്ന് പറയുന്നത്. സോ 1960 എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒപെക് ഫോം ചെയ്യുന്നത്. ഈ ഒരു ഒപെക് ഫോം ചെയ്യുന്ന ഒരു കോൺഫറൻസിന്റെ ഇടയിൽ വെച്ചിട്ടാണ്, അതാണ് ബാഗ്ദാദ് കോൺഫറൻസ്. സോ ബാഗ്ദാദ് കോൺഫറൻസിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ബാഗ്ദാദ് കോൺഫറൻസിന്റെ ഇടയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒപെക് ഫോം ചെയ്യുന്നത്. ഇറ്റ് വാസ് ഫോം ഡ്യൂറിംഗ് ദി ബാഗ്ദാദ് കോൺഫറൻസ്. സോ ബാഗ്ദാദ് കോൺഫറൻസിന്റെ ടൈം പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒപെക് ഫോം ചെയ്യുന്നത്. ആൻഡ് UAE ഈ ഒരു ഒപെക്കിലേക്ക് ജോയിൻ ചെയ്യുന്നത് 1967-ലാണ്. 1967-ലാണ് എന്ത് ചെയ്യുന്നത്, UAE ഈ ഒരു ഒപെക്കിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഒപെക്കിലേക്ക് ജോയിൻ ചെയ്തതിനു ശേഷം 2026 മെയ് 2026, സോ 1 മെയ് 2026 എന്ത് ചെയ്തു, UAE ഇഫക്റ്റീവായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഒപെക്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതായത് ഈ ഒരു ഒപെക്കിനകത്ത് ഉൾപ്പെട്ട കൺട്രീസിനെ ഗവേൺ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതായത് ഈ ഒപെക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള കൺട്രീസ് ആ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പ്രൈസസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബോഡിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ UAEക്ക് അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, യൂറോപ്പേക്ക് അനുവദിക്കുന്നില്ല. സോ UAEക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. എന്നാൽ അത്രയും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, യൂറോപ്പേക്ക് സമ്മതിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, UAE ഈ ഒരു ഒപെക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, വിഡ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒപെക് പ്ലസിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, UAE വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ ഒപെക് പ്ലസിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, UAE വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി ഒപെക് പ്ലസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016 ഫോം ചെയ്ത ഒരു അലയൻസ് ആണെന്ത്, ഈ ഒരു ഒപെക് പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒപെക് പ്ലസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപെക്കിലുള്ള കൺട്രീസും അതുപോലെ തന്നെ മറ്റ് 10 ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസും കൂടെ ചേർന്നിട്ടുള്ള അലയൻസ് ആണെന്ത്, ഈ ഒരു ഒപെക് പ്ലസ് എന്ന് പറയുന്നത്. സോ ഒപെക്കിനകത്തുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റ് 10 കൺട്രീസും കൂടെ ചേർന്നിട്ടുള്ള ഒരു അലയൻസ് ആണെന്ത്, ഒപെക് പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ UAE എന്ത് ചെയ്തിട്ടുണ്ട്, ഒപെക്കിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്, ഒപെക് പ്ലസിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. രണ്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, UAE വിഡ്രോ ചെയ്തിട്ടുണ്ട്. 1 മെയ് 2026 മുതൽ എന്ത് ചെയ്യുന്നില്ല, UAE ഈ രണ്ട് ഓർഗനൈസേഷൻസിനകത്തും കണ്ടിന്യൂ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who has been appointed as a new full-time member of നീതി ആയോഗ്? സോ നീതി ആയോഗിന്റെ ഫുൾ ടൈം മെമ്പർ ആയിട്ട് റീസെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഇവരിൽ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡോക്ടർ ആർ ബാലസുബ്രഹ്മണ്യം, ഓപ്ഷൻ ബി ഡോക്ടർ ജോറം അനിയ, ഓപ്ഷൻ സി പ്രമോദ് കുമാർ മിശ്ര, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. അപ്പൊ ഇവരിൽ ആരാണ് നീതി ആയോഗിന്റെ ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ട് റീസെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. അതായത് റീസെന്റ് ആയിട്ട് നീതി ആയോഗിന്റെ ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട രണ്ടാൾക്കാരാണ് ഡോക്ടർ ആർ ബാലസുബ്രഹ്മണ്യം, അതുപോലെ തന്നെ ഡോക്ടർ ജോറം അനിയ. സോ ഡോക്ടർ ജോറം അനിയയും അതുപോലെ തന്നെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിനെയും റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നീതി ആയോഗിന്റെ ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജോറം അനിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ജോറം അനിയ എന്ന് പറയുന്നത് ഷീസ് എ വുമൺ. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഈ ഒരു ഓർഗനൈസേഷന്റെ ഫുൾ ടൈം മെമ്പർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വുമൺ ആണെന്ത്,
ജോറം അനിയ. സോ ജോറം അനിയ ഇസ് എ ഫസ്റ്റ് വുമൺ ഫ്രം നോർത്ത് ഈസ്റ്റ് ടു ബി അപ്പോയിന്റഡ് ഇൻ ദിസ് പൊസിഷൻ. ഈ ഒരു പൊസിഷനിലേക്ക്, അതായത് ഈ ഒരു നീതി ആയോഗിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആദ്യത്തെ സ്ത്രീയും ആരാണ്? ഡോക്ടർ ജോറം അനിയാണ്. സോ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം അതുപോലെ ഡോക്ടർ ജോറം അനിയ, ഇവർ രണ്ടുപേരെയും ഇപ്പോൾ നീതി ആയോഗിന്റെ ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജോറം അനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വുമൺ എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ ജോറം അനിയാണ്. ഇനി നീതി ആയോഗിന്റെ സിഇഒ. സോ നീതി ആയോഗിന്റെ സിഇഒ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്? റീസെന്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നീതി ആയോഗിന്റെ ഏറ്റവും കറന്റ് സിഇഒ എന്ന് പറയുന്ന അനുരാഗ് ജെയിൻ ആണ്. സോ റീസെന്റ് സിഇഒ. സോ നീതി ആയോഗിന്റെ സിഇഒ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അനുരാഗ് ജെയിൻ. സോ അനുരാഗ് ജെയിൻ ആണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ. സോ the current CEO of നീതി ആയോഗ് എന്ന് പറയുന്ന ആരാണ്? അനുരാഗ് ജെയിൻ ആണ്. ജൂലൈ 2026 എന്ത് ചെയ്യുന്നത്? അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഫോർ എ പീരീഡ് ഓഫ് 2 years. 2 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈ 2026 നീതി ആയോഗിന് പുതിയ സിഇഒ കിട്ടിയിട്ടുണ്ട്. അനുരാഗ് ജെയിൻ ആണ് നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ സിഇഒ. ജൂലൈ 2026 അനുരാഗ് ജെയിൻ എന്ത് ചെയ്യുന്നത്? നീതി ആയോഗിന്റെ സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് നീതി ആയോഗിന് മുമ്പേ അല്ലെങ്കിൽ അനുരാഗ് ജെയിന് മുന്നേ നീതി ആയോഗിന്റെ സിഇഒ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നിധി ചിബ്ബർ. സോ നിധി ചിബ്ബർ ആയിരുന്നു അനുരാഗ് ജെയിന് മുന്നേ ഈ ഒരു നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത്. സോ ഫോർമർ സിഇഒ എന്ന് പറയുന്നത് ഇറ്റ് വാസ് നിധി ചിബ്ബർ. നിധി ചിബ്ബർ ആയിരുന്നു അനുരാഗ് ജെയിന് മുന്നേ നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത്. ആൻഡ് ജൂലൈ 2026 എന്ത് ചെയ്തു? അനുരാഗ് ജെയിനെ നീതി ആയോഗിന്റെ സിഇഒ ആയിട്ട് എന്ത് ചെയ്തു? അപ്പോയിന്റ് ചെയ്തു ഫോർ എ പീരീഡ് ഓഫ് 2 years. ഓക്കെ, അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനകത്ത് ജൂലൈന്ന് ക്വസ്റ്റ്യൻസ് കാണാൻ ചാൻസ് കുറവാണ്. എസ്പെഷ്യലി ജൂലൈ ലാസ്റ്റ് വീക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാൻ ചാൻസ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നീതി ആയോഗിന്റെ സിഇഒ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കീക്കകത്ത് അല്ലെങ്കിൽ ഓപ്ഷൻസിനകത്ത് നിധി ചിബ്ബർ ആയിരിക്കും കാണാനായിട്ട് ചാൻസ് കൂടുതൽ. ബിക്കോസ് അനുരാഗ് ജെയിനെ ജൂലൈ 2026 ടു ബി പ്രിസൈസ് 25th അല്ലെങ്കിൽ 26th ജൂലൈയിലാണ് ചെയ്യുന്നത് അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അതിന് മുന്നേ നിധി ചിബ്ബർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നീതി ആയോഗിന്റെ സിഇഒ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനകത്ത് ചിലപ്പോൾ നിധി ചിബ്ബർ മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ, അനുരാഗ് ജെയിൻ കാണാൻ ചാൻസ് ഇല്ല. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പിന്നീട് അങ്ങോട്ടുള്ള ഷിഫ്റ്റുകളിൽ അനുരാഗ് ജെയിന്റെ ഓപ്ഷനകത്ത് ഉണ്ടെങ്കിൽ അനുരാഗ് ജെയിൻ ആണ് ആൻസർ. സോ 25th ജൂലൈ 2026 മുതൽ അനുരാഗ് ജെയിൻ ആണ് നീതി ആയോഗിന്റെ സിഇഒ. ബട്ട് അതിനു മുന്നേ നിധി ചിബ്ബർ ആയിരുന്നു നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത്. Okay, next question. A no confidence motion was brought in Parliament to remove the Lok Sabha Speaker Om Birla from the post. The provision for removal of the speaker is there in which article of the Indian Constitution? അതായത് കുറച്ച് നാളുകൾ മുന്നേ ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആയിട്ടുള്ള ഓം ബിർളയെ റിമൂവ് ചെയ്യാനായിട്ട്, പുറത്താക്കാനായിട്ട് ഒപ്പോസിഷൻ പാർട്ടീസ് എന്ത് ചെയ്തായിരുന്നു? ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ സ്പീക്കറിനെ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 75, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 93, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 94C ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 124. അപ്പോൾ ഇതിൽ ഏത് ആർട്ടിക്കിൾ ആണ് ലോക്സഭാ സ്പീക്കറിനെ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 94C. അപ്പോൾ ആർട്ടിക്കിൾ 94C ആണ് എന്ത് ചെയ്യുന്നത്? സ്പീക്കറിനെയും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറിനെയും പുറത്താക്കുന്നതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ. സോ ലോക്സഭാ സ്പീക്കറിനെയും അതുപോലെ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറിനെയും പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, ലോക്സഭാ സ്പീക്കറിനെയും അതുപോലെ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറിനെയും പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണെന്ന് ആർട്ടിക്കിൾ 94C. അപ്പോൾ ആർട്ടിക്കിൾ 94C പറയുന്നതനുസരിച്ച് സ്പീക്കറിനെയും അതുപോലെ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറിനെയും പുറത്താക്കണമെന്നാണെങ്കിൽ വേണ്ട മെജോറിറ്റി ഏതാണ്? ഇഫക്റ്റീവ് മെജോറിറ്റി. ഇപ്പോൾ ലോക്സഭയിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ലോക്സഭാ സ്പീക്കറിനെ അല്ലെങ്കിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറിനെ പുറത്താക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രമേയം പാസ്സാക്കണം. ആ പ്രമേയം പാസ്സാവാൻ ആവശ്യമായിട്ടുള്ള മെജോറിറ്റി ആണെന്ത്? ഇഫക്റ്റീവ് മെജോറിറ്റി. ആ ഇഫക്റ്റീവ് മെജോറിറ്റിയെ മറ്റൊരു പേരും കൂടെ പറയാറുണ്ട്, മെജോറിറ്റി ഓഫ് ഓൾ ദി ദെൻ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. സോ മെജോറിറ്റി ഓഫ് all the then members of Lok Sabha. So Lok Sabhയിലെ all the then members in the majority, അതായത് അപ്പോഴുള്ള മെമ്പേഴ്സിന്റെ മെജോറിറ്റി. സോ മെജോറിറ്റി ഓഫ് all the then members of Lok Sabha അല്ലെങ്കിൽ ഇഫക്റ്റീവ് മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് Lok Sabha. അപ്പോൾ ഈ മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ലോക്സഭയുടെ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാക്കി ആർട്ടിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭയിലെ മെമ്പേഴ്സ് എന്നിട്ട് എന്ത് ചെയ്യണം? സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും. സോ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ലോക്സഭ
ലോക്സഭാ മെമ്പേഴ്സ് ആണ് ഇലക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ഈ ഒരു ആർട്ടിക്കിൾ 93. അപ്പോൾ ആർട്ടിക്കിൾ 93 എന്ന് പറയുന്നത് ലോക്സഭയിലെ മെമ്പേഴ്സ് ചേർന്നുകൊണ്ട് സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും എന്ത് ചെയ്യണം, ഇലക്ട് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 93. അപ്പോൾ ലോക്സഭ സ്പീക്കറിന്റെയും ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറിന്റെയും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 93. അതുപോലെ തന്നെ റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 94 ക്ലോസ് സി. ഇനി ആർട്ടിക്കിൾ 75 എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ മറ്റ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, പ്രൈം മിനിസ്റ്റർ ആണ്, പ്രസിഡന്റ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 75. സോ ആർട്ടിക്കിൾ 75 ആണ് പറയുന്നത് പ്രൈം മിനിസ്റ്ററിനെയും അതുപോലെ തന്നെ മറ്റ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, പ്രസിഡന്റ് ആണ്. സോ പ്രൈം മിനിസ്റ്ററിനെയും മറ്റ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 75. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 124 എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതുപോലെ തന്നെ സുപ്രീം കോർട്ടിന്റെ കോമ്പോസിഷൻ, സുപ്രീം കോർട്ടിൽ എത്ര CJയും അതുപോലെ തന്നെ എത്ര ജഡ്ജസ് വേണം എന്ന് പറയുന്ന കോമ്പോസിഷൻ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124. അപ്പോൾ ആർട്ടിക്കിൾ 124 സുപ്രീം കോർട്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 75 പ്രൈം മിനിസ്റ്ററിനെയും മറ്റ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 93 സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ലോക്സഭയിലെ മെമ്പേഴ്സ് ആണ് ഇലക്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 94 ക്ലോസ് സി എന്ന് പറയുന്നത് ലോക്സഭയുടെ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ലോക്സഭയിലെ മെമ്പേഴ്സ് ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം ഇഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ പുറത്താക്കാൻ സാധിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 94 ക്ലോസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യസ് ഫസ്റ്റ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ flagged off in January 2026 runs between which two cities? ഏത് രണ്ട് സിറ്റീസിന്റെ ഇടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡൽഹി മുംബൈ, ഓപ്ഷൻ ബി ഹൗറ ഗുവാഹത്തി, ഓപ്ഷൻ സി ചെന്നൈ ബാംഗ്ലൂർ ആൻഡ് ഓപ്ഷൻ ഡി കൊൽക്കത്ത പട്ന. സോ ഇതിൽ ഏത് രണ്ട് സ്റ്റേറ്റ്സിന്റെ ഇടയിലാണ്, ഇതിൽ ഏത് രണ്ട് സിറ്റീസിന്റെ ഇടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ഹൗറ ആൻഡ് ഗുവാഹട്ടി. സോ ഹൗറ ഗുവാഹട്ടി ആ ഒരു രണ്ട് സ്റ്റേഷൻസിന്റെ അല്ലെങ്കിൽ രണ്ട് സിറ്റീസിന്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. ഇനി ഹൗറ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ് ഹൗറ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഗുവാഹത്തി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമിലാണ് എന്ത് ചെയ്യുന്നത്, ഗുവാഹത്തി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൗറയുടെയും ഗുവാഹത്തിയുടെയും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത് ബിറ്റ്വീൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം. ഇനി ഗുവാഹത്തിയിൽ തന്നെ കാമാഖ്യ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ലീപ്പർ ട്രെയിൻ റൺ ചെയ്യുന്നത്. സോ ഗുവാഹത്തിയിലെ കാമാഖ്യ വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ലീപ്പർ ട്രെയിൻ റൺ ചെയ്യുന്നത്. ഇനി കാമാഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കാമാഖ്യ ദേവി ടെമ്പിൾ. സോ കാമാഖ്യ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ടെമ്പിൾ എന്ന് പറയുന്നതാണ് കാമാഖ്യ ദേവി ടെമ്പിൾ ആണ്. സോ ആസാമിലെ ഗുവാഹത്തിയിലുള്ള കാമാഖ്യ ദേവി ടെമ്പിൾ ആണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ കാമാഖ്യ ദേവി ടെമ്പിളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണെന്ത്, അംബുബാച്ചി ഫെസ്റ്റിവൽ. സോ കാമാഖ്യ ദേവി ടെമ്പിളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണെന്ത്, അംബുബാച്ചി ഫെസ്റ്റിവൽ. സോ അവിടെ നടക്കുന്ന ആനുവൽ ഫെസ്റ്റിവൽ, വർഷത്തിൽ നടക്കുന്ന ഒരു ആനുവൽ ഫെസ്റ്റിവൽ ആണെന്ത് ഈ ഒരു അംബുബാച്ചി ഫെസ്റ്റിവൽ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൺ ചെയ്യുന്നത് ഹൗറയുടെയും ഗുവാഹത്തിയുടെയും ഇടയിലാണ്. ഗുവാഹത്തിയിൽ കാമാഖ്യ വരെയാണ്. കാമാഖ്യ എന്ന് പറയുമ്പോൾ കാമാഖ്യ ദേവി ടെമ്പിൾ അവിടെ ഫേമസ് ആണ്. കാമാഖ്യ ദേവി ടെമ്പിൾ നടക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണെന്ത്, അംബുബാച്ചി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. Next question. In which state has the country's first digital grievance redressal system for gig workers been launched? ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട്, അതായത് കോൺട്രാക്ച്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഗിഗ് വർക്കേഴ്സ്, അതായത് സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഡെലിവറി പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ള ഗിഗ് വർക്കേഴ്സ്, അതുപോലെ തന്നെ കോൺട്രാക്ച്വൽ ആയിട്ട് ജോബ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട്, അതായത് ടെമ്പററി ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ച്വൽ ജോബ് ചെയ്യുന്ന കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് വേണ്ടിയിട്ട്, ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ഗ്രിവൻസ് റിഡ്രസൽ സിസ്റ്റം, ഡിജിറ്റൽ ഗ്രിവൻസ് റിഡ്രസൽ സിസ്റ്റം ലോഞ്ച് ചെയ്തത് ഇതിൽ ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി ഒഡീഷ ആൻഡ് ഓപ്ഷൻ ഡി കർണാടക. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ് ആണ് ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട്, ടെമ്പററി വർക്കേഴ്സിന് വേണ്ടിയിട്ടും കോൺട്രാക്ച്വൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ സിസ്റ്റം, ഒരു ഡിജിറ്റൽ ഗ്രിവൻസ് റിഡ്രസൽ സിസ്റ്റം ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കർണാടകയാണ്. സോ കർണാടകയാണ് ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ഡിജിറ്റൽ ഗ്രിവൻസ് റിഡ്രസൽ സിസ്റ്റം എന്ത് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who was appointed as the
തേർഡ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ഇന്ത്യ ഇൻ മെയ് 2026. സോ മെയ് 2026 മൂന്നാമത്തെ CDS ആയിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജനറൽ അനിൽ ചൗഹാൻ, ഓപ്ഷൻ ബി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ, ഓപ്ഷൻ സി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണി ആൻഡ് ഓപ്ഷൻ ഡി എയർ മാർഷൽ തേജീന്ദർ സിംഗ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണി. സോ ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണി ആണ് മൂന്നാമത്തെ CDS ആയിട്ട് എന്ത് ചെയ്തത്, ഇപ്പൊ റീസെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ മൂന്നാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണി ആണ്. ഇനി NS രാജ സുബ്രഹ്മണി ആരെയാണ് സക്സീഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിലവിൽ NS രാജ സുബ്രഹ്മണിക്ക് മുന്നേ രണ്ടാമത്തെ CDS ആയിട്ട് ഫംഗ്ഷൻ ചെയ്തത്, സോ രണ്ടാമത്തെ CDS ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് ജനറൽ അനിൽ ചൗഹാൻ ആയിരുന്നു. സോ ജനറൽ അനിൽ ചൗഹാനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണി എന്ത് ചെയ്യുന്നത്, അധികാരമേൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ കറന്റ് ആരാണ് CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണി. മൂന്നാമത്തെ CDS ആണ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ്. ആൻഡ് NS രാജ സുബ്രഹ്മണി സക്സീഡ് ചെയ്യുന്നത് ജനറൽ അനിൽ ചൗഹാനെയാണ്. പുള്ളിയായിരുന്നു രണ്ടാമത്തെ CDS എന്ന് പറയുന്നത്. പുള്ളിയെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, NS രാജ സുബ്രഹ്മണി മൂന്നാമത്തെ CDS ആയിട്ട് എന്ത് ചെയ്യുന്നത്, അധികാരം ഏൽക്കുന്നത്. Next question. What is the name of the mascot launched by Unique Identification Authority of India? UIDAI, Unique Identification Authority of India. അതായത് ആധാർ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി ആണത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ മാസ്കറ്റിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആധാർ, ഓപ്ഷൻ ബി മിത്ര, ഓപ്ഷൻ സി ഉദയ് ആൻഡ് ഓപ്ഷൻ ഡി പെഹചാൻ. ഇതിലേതാണ് UIDAI റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന മാസ്കറ്റിന്റെ പേര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി ഉദയ്. അപ്പോൾ ഉദയ് ആണ് റീസെന്റ് ആയിട്ട് UIDAI ലോഞ്ച് ചെയ്ത മാസ്കറ്റിന്റെ പേരെന്ന് പറയുന്നത്. സോ ഇതാണ് ആ മാസ്കറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഉദയ്. സോ ഉദയ് സ്പെല്ലിംഗ് നേരത്തെ തെറ്റാണ്, ഉദയ് UDAI. അപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് ആധാർ റിലേറ്റഡ് സർവീസസ് ജനങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആക്കാനും ജനങ്ങൾക്കിടയിൽ പോപ്പുലർ ആക്കുന്നതിന് വേണ്ടിയിട്ട് UIDAI യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിരിക്കുന്ന മാസ്കോട്ടാണത് ഉദയ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഉദയ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ലോഞ്ച് മിഷൻ സക്ഷം? ആരാണ് മിഷൻ സക്ഷം ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നീതി ആയോഗ്, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഓപ്ഷൻ സി RBI ആൻഡ് ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഇവരിൽ ആരാണ് മിഷൻ സക്ഷം ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, RBI. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിരിക്കുന്ന മിഷനാണെന്ത്, മിഷൻ സക്ഷം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ മിഷൻ സക്ഷമിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതായത് അർബൻ ഏരിയാസിലുള്ള സഹകരണ ബാങ്കുകൾ ഉണ്ടല്ലോ, ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കീമാണ് ഈ ഒരു മിഷൻ സക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ മിഷൻ സക്ഷം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കീമാണ്. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, അതായത് അർബൻ ഏരിയാസിലുള്ള സഹകരണ ബാങ്കുകൾ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മിഷൻ സക്ഷമിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Okay, in which state did the Indian Army host the first edition of the multilateral military exercise Pragati? So Indian Army multilateral exercise ആയിട്ടുള്ള പ്രഗതി ഫസ്റ്റ് എഡിഷൻ, അതായത് ഫസ്റ്റ് എഡിഷൻ ഓഫ് മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആയിട്ടുള്ള പ്രഗതി എവിടെയാണ് ഹോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി ത്രിപുര, ഓപ്ഷൻ സി മേഘാലയ ആൻഡ് ഓപ്ഷൻ ഡി മിസോറം. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റിലാണ് പ്രഗതി എക്സസൈസ്, ഇന്ത്യൻ ആർമി പ്രഗതി എക്സസൈസ് കണ്ടക്ട് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് എവർ എഡിഷൻ ഓഫ് പ്രഗതി എക്സസൈസ് കണ്ടക്ട് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ സി മേഘാലയ. സോ മേഘാലയയിലാണ് എന്ത് ചെയ്തത്, റീസെന്റ് ആയിട്ട് ഇന്ത്യൻ ആർമി പ്രഗതി എക്സസൈസ് എന്ത് ചെയ്തത്, ഹോസ്റ്റ് ചെയ്തത്. ഇനി പ്രഗതി എന്ന് പറയുന്നതാണ് ഒരു മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ്, അതായത് ഒരുപാട് കൺട്രീസ്, അതായത് മൾട്ടിപ്പിൾ കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. ഈ ഒന്നാമത്തെ എഡിഷനകത്ത് ഈ ഒരു ഫസ്റ്റ് എഡിഷൻ കണ്ടക്ട് ചെയ്ത് 2026 അപ്പോൾ ഫസ്റ്റ് എഡിഷനകത്ത് ഇന്ത്യയും അതുപോലെ തന്നെ 12 കൺട്രീസും 12 മറ്റ് കൺട്രീസും ആണ് എന്ത് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ ഇന്ത്യയും മറ്റ് 12 കൺട്രീസും ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സസൈസിനകത്ത് ഫസ്റ്റ് എഡിഷനകത്ത് എന്ത് ചെയ്തത്, പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആൻഡ് ഈ ഒരു എക്സസൈസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഓഷൻ റീജിയൻ ഉണ്ടല്ലോ, ഇന്ത്യൻ ഓഷൻ റീജിയൻ, ആ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള കൺട്രീസിന്റെ ഇടയിലുള്ള മിലിറ്ററി കോപ്പറേഷൻ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. എക്സസൈസസും റീസെന്റ് ആയിട്ട് വന്ന ഷിഫ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇനി
നമ്മൾ ഇതുവരെയുള്ള, അതായത് നമ്മൾ റെഗുലർ ആയിട്ട് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് കണ്ടക്ട് ചെയ്യാറുണ്ടായിരുന്നു. ആൻഡ് ഫോർ ദ ലാസ്റ്റ് 2 months ആയിട്ട് നമ്മൾ ടോപ്പ് 200 എന്ന് പറഞ്ഞൊരു കറണ്ട് അഫയേഴ്സ് സീരീസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്തെല്ലാം നമ്മൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ലാസ്റ്റ് 6 monthsലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് സെക്ഷൻസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ ദിശ അക്കാഡമി യൂട്യൂബ് ചാനൽ എടുക്കുമ്പോൾ ലൈവ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വീക്ക്ലി കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. ലൈവായിട്ടാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സസും പോയിട്ടുള്ളത്, കുറച്ച് ക്ലാസ്സസ് റെക്കോർഡിംഗ് ആയിട്ടും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് 2 മാസങ്ങളിലായിട്ട് നമ്മൾ ടോപ്പ് 200 എന്ന് പറഞ്ഞൊരു സീരീസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പ് 200 എന്ന് പറഞ്ഞ സീരീസിനകത്ത് ലാസ്റ്റ് 6 monthsലെ കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് വേറെ സോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് 200ന്റെ വീഡിയോ സീരീസ് കിടപ്പുണ്ട്, പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സിന്റെ ഒരു പ്ലേലിസ്റ്റും ഉണ്ട്. അപ്പോൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ടോപ്പ് 200 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റും കാണാം. അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റും കാണാം. ഇതിനകത്ത് രണ്ടിനകത്തും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റൻസ് ആണുള്ളത്. ഒരുപാട് ക്വസ്റ്റൻസ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which team won the ICC Men's T20 World Cup 2026 defeating New Zealand by 96 runs in the final? So ഫൈനലിൽ ന്യൂസിലാൻഡിനെ 96 റൺസ് 96 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഏത് രാജ്യമാണ് ICC 2026 T20 വേൾഡ് കപ്പ് വിൻ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. സോ ഓപ്ഷൻ ബി ഇന്ത്യയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ICC Men's T20 വേൾഡ് കപ്പ് 2026ലേക്ക് വന്നു കഴിഞ്ഞാൽ, ICC Men's T20 വേൾഡ് കപ്പ് 2026ലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൂർണമെന്റ് ആരാണ് ഹോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൺട്രീസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൂർണമെന്റ് 2026ലെ T20 വേൾഡ് കപ്പ് എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ശ്രീലങ്കയും. സോ ഇന്ത്യയും ശ്രീലങ്കയും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് 2026ലെ T20 വേൾഡ് കപ്പ് എന്ത് ചെയ്തത്, ഹോസ്റ്റ് ചെയ്തത്. ഇനി എത്ര ടീംസ് ഈ ഒരു T20 വേൾഡ് കപ്പിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 20 ടീമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു T20 വേൾഡ് കപ്പിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ 20 ടീമുകളാണ് ഈ ഒരു T20 വേൾഡ് കപ്പിൽ എന്ത് ചെയ്തത്, പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇനി വിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു T20 വേൾഡ് കപ്പ് ആരാണ് വിജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു T20 വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത്. ഇനി റണ്ണറപ്പ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് ആണെന്ന് ഈ ഒരു ടൂർണമെന്റ് റണ്ണറപ്പ് എന്ന് പറയുന്നത്. സോ ന്യൂസിലാൻഡ് ആണ് ഈ ഒരു ടൂർണമെന്റിൽ എന്ത് ചെയ്യുന്നത്, റണ്ണറപ്പ് ആയിട്ട് വരുന്നത്. ഇനി ഇന്ത്യ 96 റൺസിനാണ് എന്ത് ചെയ്യുന്നത്, ന്യൂസിലാൻഡിനെ പരാജയപ്പെടുന്നത്. സോ ഇന്ത്യ 96 റൺസിനാണ് എന്ത് ചെയ്യുന്നത്, ന്യൂസിലാൻഡിനെ പരാജയപ്പെടുന്നത്. ഇനി ആരായിരുന്നു പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്? സോ ഈ ഒരു ടൂർണമെന്റിന്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്, സോ ഈ ഒരു ടൂർണമെന്റ് ആരാണ് ഈ ഒരു ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് സഞ്ജു സാംസൺ. സോ സഞ്ജു സാംസൺ ആണ് ഈ ഒരു ടൂർണമെന്റിന്റെ താരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി മാച്ച്, ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആരായിരുന്നു അല്ലെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ജസ്പ്രീത് ബുംറ. സോ ജസ്പ്രീത് ബുംറയായിരുന്നു ഫൈനലിലെ താരം എന്ന് പറയുന്നത്. സോ ടൂർണമെന്റ് താരം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണെങ്കിൽ ഫൈനലിലെ താരം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ജസ്പ്രീത് ബുംറ. സോ ജസ്പ്രീത് ബുംറയായിരുന്നു ഫൈനലിലെ താരം. അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റ് ഫൈനൽ എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. സോ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നത്. സോ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഇൻ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൂർണമെന്റ് നടന്നത്. ഇനി 2 വർഷത്തിന് ശേഷം 2028 എന്ത് ചെയ്യുന്നത്, അടുത്ത വേൾഡ് കപ്പ്, അടുത്ത T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അത് ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും 2 രാജ്യങ്ങൾ ചേർന്നിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, സംഘടിപ്പിക്കുന്നത്. സോ 2028 അടുത്ത വേൾഡ് കപ്പ് വരാൻ പോകുന്നത്. അടുത്ത വേൾഡ് കപ്പ് 2 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ന്യൂസിലാൻഡും. സോ 2028 ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും കൂടെ ചേർന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്ത വേൾഡ് കപ്പ് ഓർഗനൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ 2028 ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും കൂടെ ചേർന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്ത വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീസെന്റ് the number of judges in the Supreme Court of India has been increased to how many? So recent ആയിട്ട് സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ എണ്ണം എത്രയായിട്ടാണ് ഇൻക്രീസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 39, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 36 ആൻഡ് ഓപ്ഷൻ ഡി 38. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് 38. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ
ആർട്ടിക്കിൾ 124 ക്ലോസ് 1. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ആർട്ടിക്കിൾ 124 ക്ലോസ് 1 ആണ് എന്ത് ചെയ്യുന്നത് സുപ്രീം കോർട്ട് എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആൻഡ് സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ എണ്ണം എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. സോ ആർട്ടിക്കിൾ 124 ക്ലോസ് 1 അതായത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോർട്ട് എന്ന് പറയുമ്പോൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 124 ക്ലോസിൽ പറഞ്ഞിരുന്നത് സുപ്രീം കോർട്ട് എന്ന് പറയുമ്പോൾ സുപ്രീം കോർട്ടിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് 7 ജഡ്ജസും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാണ്. സോ CJI ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മറ്റ് 7 ജഡ്ജസ് ടോട്ടൽ 8 ജഡ്ജസ് ആയിരിക്കും സുപ്രീം കോർട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതി വെച്ചിരുന്നത്. എന്നാൽ ഇതേ ആർട്ടിക്കിളിനകത്ത് തന്നെ ഒരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. പാർലമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഈ മറ്റ് ജഡ്ജസിന്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. സോ പാർലമെന്റ് എന്തുണ്ട് ഈ മറ്റ് ജഡ്ജസിന്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള പവർ ഉണ്ട്. സോ അത് പ്രകാരം പാർലമെന്റ് കാലാകാലങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മറ്റ് ജഡ്ജസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു റീസെന്റ് ആയിട്ട് ഒരു അമെന്റ്മെന്റ് വരുന്നത് വരെ റീസെന്റ് ആയിട്ട് ഒരു ചേഞ്ച് വരുന്നത് വരെ സുപ്രീം കോർട്ടിലെ ടോട്ടൽ ജഡ്ജസിന്റെ എണ്ണം 34 ആയിരുന്നു. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ 33 അതർ ജഡ്ജസ്. സോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതുപോലെ 33 അതർ ജഡ്ജസ്, അങ്ങനെ ടോട്ടൽ 34 പേരായിരുന്നു സുപ്രീം കോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് അതായത് 33 അതർ ജഡ്ജസ് എന്നുള്ളത് എന്ത് ചെയ്തു 4 പേരെ കൂടി ആഡ് ചെയ്യാനായിട്ട് പാർലമെന്റ് ഡിസൈഡ് ചെയ്തു. അങ്ങനെ നിലവിൽ 38 ആണെന്ന്. സോ നിലവിൽ 38 ആണെന്ന് സുപ്രീം കോർട്ടിലെ ടോട്ടൽ ജഡ്ജസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ 37 അതർ ജഡ്ജസ്. അതായത് നേരത്തെ ഈ ഒരു അമെന്റ്മെന്റ് വരുന്നതിന് മുന്നേ വരെ ഈ ഒരു ചേഞ്ച് വരുന്നതിന് മുന്നേ വരെ സുപ്രീം കോർട്ടിലെ ടോട്ടൽ ജഡ്ജസിന്റെ എണ്ണം എന്ന് പറയുന്നത് 34 ആയിരുന്നു. ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും 33 അതർ ജഡ്ജസും. ഈ 33 അതർ ജഡ്ജസ് എന്നുള്ള നമ്പർ എന്ത് ചെയ്തു 4 പേരെ കൂടി ആഡ് ചെയ്യാനായിട്ട് പാർലമെന്റ് ഡിസൈഡ് ചെയ്തു. ആൻഡ് ഇപ്പോൾ സുപ്രീം കോർട്ടിലെ ടോട്ടൽ ജഡ്ജസിന്റെ എണ്ണം എന്ന് പറയുന്നത് 38 ആണ്. ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതുപോലെ 37 അതർ ജഡ്ജസ്. ടോട്ടൽ 38 ജഡ്ജസ് ആണ് നിലവിൽ എന്തുള്ളത് സുപ്രീം കോർട്ടിൽ ഉള്ളത്. അതിനകത്ത് ഒരു CJI ഉണ്ട് അതുപോലെ 37 അതർ ജഡ്ജസും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ 2026 observed on February 2? സോ February 2 ആണ് എന്ത് ചെയ്യുന്നത് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത്തവണത്തെ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേയുടെ തീം എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ wetlands and traditional knowledge celebrating cultural heritage. Option B wetlands for water. Option C protecting wetlands for our common future. And option D wetlands action for people and nature. So correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. wetlands and traditional knowledge celebrating cultural heritage. ഇതായിരുന്നു ഇത്തവണത്തെ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത്. wetlands and traditional knowledge celebrating cultural heritage. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് കരുതി, അതായത് വരാൻ പോകുന്ന ഷിഫ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അതുകൂടാതെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. ആ ഏരിയ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഫോറിൻ വിസിറ്റ്സ് ആണ്. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഫോറിൻ വിസിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ പര്യടനമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യുക നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫോറിൻ കൺട്രീസ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറേ എണ്ണം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ രാജ്യങ്ങളെല്ലാം നരേന്ദ്രമോദിക്ക് അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് അവാർഡും ഗ്രാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവാർഡ്സ് അതുപോലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ റീസെന്റ് ആയിട്ടുള്ള വിദേശ പര്യടനങ്ങൾ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ടുള്ള ഷിഫ്റ്റുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ത് ചെയ്യുക കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോറിൻ വിസിറ്റ്സും ആ ഫോറിൻ കൺട്രീസിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സും നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ അതായത് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീക്ക്ലി കറണ്ട് അഫയേഴ്സിനകത്തും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോപ്പ് 200 സീരീസിനകത്തും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. ഒരുപാട് പോയിന്റ്സും അതിനകത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് യൂട്യൂബ് ചാനലിന്റെ പ്ലേലിസ്റ്റിനകത്ത് ടോപ്പ് 200 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റും കിടപ്പുണ്ട്. ടോപ്പ് 200 കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റും കിടപ്പുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റും കിടപ്പുണ്ട്. ഇതിനകത്ത് രണ്ടിനകത്തും ഒരുപാട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ ടൈം പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റ് ഷിഫ്റ്റുകളുടെ അനാലിസിസും നമുക്ക് ചെയ്യാൻ നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് മീറ്റ് ഫോർ അനദർ ഡേ. താങ്ക് യു.